മലയാള സിനിമയിൽ പുതിയ വിവാദത്തിന് തിരികൊളുത്തിരിക്കുകയാണ് നിർമ്മാതാക്കളായ ജി സുരേഷ് കുമാറും ആന്റണി പെരുമ്പാവൂരും തമ്മിലുള്ള തർക്കം. സിനിമാ മേഖല ജൂൺ 1 മുതൽ നിശ്ചലമാകും എന്നുള്ള സുരേഷ് കുമാറിന്റെ പ്രസ്താവന അത് അപ്പാടെ തള്ളിക്കൊണ്ടും ഒപ്പം എമ്പുരാന്റെ ബജറ്റിനെ കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശങ്ങളൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വന്നിരുന്നത്. ഇതിന് മറുപടിയായി താൻ ഒറ്റയ്ക്കല്ല, സംഘാടകർ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സമരം എന്നുള്ള മറുപടിയായിട്ടാണ് സുരേഷ് കുമാറും കളം നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്രസ്താവന യുദ്ധം അതൊരു പുതിയ തലത്തിലേക്ക് അങ്ങനെ കടക്കുക. ആന്റണി സിനിമ കണ്ടു തുടങ്ങുമ്പോൾ സിനിമ നിർമ്മിച്ചയാളാണ് താൻ എന്നാണ് സുരേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വാക്കുകളിൽ നിന്ന് തന്നെ പരസ്പര ബഹുമാനത്തിനപ്പുറത്തേക്ക് ഈ വാക്പോര് തുടർന്നേക്കും എന്നുള്ളൊരു സൂചനയാണ് നൽകുന്നത്. അതെന്തായാലും ഉറപ്പാണ്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഈ തമ്മിൽ തല്ല് സംഘടനയെ ഇനിയിപ്പോൾ ഒരു പിളർപ്പിലേക്ക് നയിക്കുമോ എന്നൊക്കെ ഒരു വിഭാഗം ആശങ്കപ്പെടുന്നുണ്ട്. മലയാള സിനിമ അതിപ്പോൾ പ്രമേയം കൊണ്ടാകട്ടെ, ആവിഷ്കാര തലത്തിലെ പുതുമ കൊണ്ടാകട്ടെ, ഇതര ഭാഷക്കാരുടെ മാത്രമല്ല, എന്തിനിപ്പോൾ പറയുന്നു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയത്താണ് ദൗർഭാഗ്യകരമായിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ താരങ്ങളുടെ പ്രതിഫലം, ഈ സംഘടനകൾ തമ്മിലുള്ള ചേരിപ്പോര്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ, അങ്ങനെ ഒരുപാട് വിവാദങ്ങളുടെ ക്രീസിൽ നിന്ന് ഈ ഒരു സമരസപ്പെടലിൻ്റെ സ്ക്രീനിലേക്ക് അങ്ങനെ മലയാള സിനിമയ്ക്ക് എത്താൻ ഒരുപാട് ദൂരം ഇനിയും ബാക്കിയുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയാണ്. അപ്പോൾ ബോക്സ് ഓഫീസിൽ കോടികൾ കിളിങ്ങിയാൽ മാത്രം പോരാ, ഈ വിവാദങ്ങൾ അത് വിജയങ്ങളുടെ വിക്കറ്റ് പിഴുതെറിയരുത് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളൂ. നമ്മുടെ മലയാള സിനിമ അത് ഒരുപാട് നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ട്. ഇതിന് അപ്പുറത്തേക്ക് ഇനി നേട്ടങ്ങൾ കൊയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ വലിയൊരു വിജയത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയിൽ എല്ലാവരും ഒന്നിച്ചു നിന്നുള്ള പ്രവർത്തനങ്ങളാണ് മലയാള സിനിമയ്ക്ക് അഭികാമ്യം, അനിവാര്യം.